ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമില്ലേ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായതു പാർത്താലെന്തൊരത്ഭുതം. അവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും. സഹസ്രപത്രോദ്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോനിധി പാരകന്മാരായി വന്നു തനയന്മാർ എന്നതു കണ്ടോരു ദശരഥൻ മനസ്സി വളർന്നോരു പരമാനന്ദം പൂണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതു കാലമേകദാ കൗതൂഹലാൽ വേഗമേറിയിടുന്നോരു തുരകരത്നമേറി പ്രാണസംമിതനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണതൂണീര ഖഡ്ഗാധ്യായുധങ്ങളും പൂണ്ട് കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണ ഹരി കരികരടി കിടികീരി ഹരി ശാർദൂലാദികൾ അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസുഷശുദ്ധായ കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്നിച്ച് അനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകന്തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ച് ധർമ്മപാലനം ചെയ്ത് ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചത. ധർമ്മശാസ്ത്രാദി പുരാണീതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ദേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണീടിനാൻ.
ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരു ആത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമ്മാറങ്ങെഴുന്നള്ളിയിടിനാൻ. രാമനായി അവനിയിൽ മായയാ ജനിച്ചോരു കോമളരൂപം പൂണ്ടോരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്ത് വിധി നന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്നിച്ചു നിന്നു ഭക്ത്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയതു മൂലം കൃതാർത്ഥാന്തരാത്മാവായത് ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേവരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വഞ്ഞൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവപുത്രൻ തന്നോടും നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസന്ധന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിടിനാൻ. എന്തു ചെയ്വതു ഗുരോ, നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്ന നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ. മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി തന്നുടെ ഭഗ്നിയാകും അതിഥി കൗസല്യ കേലെന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ച് നീ വാങ്ങിക്കൊൾ വരം എന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്ന് സത്വരമപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിത് രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര. ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രൻ അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്ന് അറിഞ്ഞിടേണം നീ. എത്രയും
ഗുഹ്യം ഇത് വക്തവ്യമല്ലതാനും. പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്നിച്ച് യഥാവധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരിക ചേർത്തു മാറിലണച്ച് ഗാഠഗാഠം പുണർന്നുടൻ മുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിൻ എന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്നിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്നിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ് അരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാരാ കേൾ. കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്ക്. എന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നോരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകളീ വിദ്യകൾ എന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുദ്വിഭാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലീ വഴിയാരുമേ ഇതുകാലം കാടിത് കണ്ടായോ നീ. കാമരൂപിണിയായ താടകാ ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസീ ജനം. ഭുവനേശ്വരാ പോറ്റി കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ലോരു ദോഷം എന്നു മാ മുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണുലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. ചെറുഞാണുലിയൊച്ച കേട്ടു കോപിച്ച് നിശാചരി പെരിക വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രൻ ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിനാൻ ആസ്തയാ പുലർകാലേ. പുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്നിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ. പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൻ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതു ചെയ്തും. ദുഷ്ടരാം നിശാചേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിത് കൗശികനതുകാലം ആഗമിച്ചിത് നക്തഞ്ചരന്മാർ പടയുമായി. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്ന് തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ. മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിത് സുബാഹുവാം അവനെ ഒരു ശരം. അന്നേരം മാരീചൻ
മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതൂ രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായി ഏറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും. അന്നേരം അവിടെയും ചെന്നത് ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തു. അതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റലർ കുലക്കാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിത് സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണീ കൂപ്പി സ്തുതിച്ച് ഏറ്റവും ആനന്ദിച്ചാൻ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന് അശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സുങ്കേ ചേർത്ത് പരമാശീർവാദവും ചെയ്ത് വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. ഇരുന്നു 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു. കൗശികനവരുമായി അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. അരുതുവൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിയ മാഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ. ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം. മഹാസത്വമാകിയ ധനൂരത്നം താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്ത് ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശം ആനന്ദപ്രദം. ദിവ്യപാദബലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം. ജന്തു സഞ്ചയഹീനം കണ്ട് കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമ പദമിതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം. നാനാ ജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ. തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ എന്നതു കേട്ട് വിശ്വാമിത്രനും അരുൾ ചെയ്തു. പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ. വാട്ടമില്ലാതെ തപസുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴുങ്കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കൊണ്ടെത്രയും പ്രസാദിച്ച് ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോരു അഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവ്യനും കുസുമായുധവശനായാൻ. ചെന്തുണ്ടിവായ് മലരും പന്തുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തോരു കഴിവെന്ന് ചിന്തിച്ചു ശതമുഖൻ. ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരികാത്രിയെ രൂപം ചിന്തിച്ച് ചിന്തിച്ച് അനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനും. അതിനിപ്പോൾ അന്തരം കൂടാതെ എന്തോരന്തരം എന്നോർത്ത് ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട അന്ത്യയാമാദിയെങ്കിൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമം പോയ നേരം അന്തരാപുക്കാനുടജാന്തരേ പരവശാൽ സൂത്രാമാമഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയില്ലെന്ന് കണ്ട് ബദ്ധസന്ദേഹം ചൊന്ന നേരത്ത് കാണായി വന്നു വിസ്ത്രാരാദിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ. വ്യത്രസ്തനായ എത്രയും വേപത പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപ
കോപം കൈക്കൊണ്ട് മുനീന്ദ്രനും നിലനില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലുചൊല്ലെന്നോട് നീയെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാഭാവി സത്യമെന്നോടു ചൊല്ലീട്. അറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനകം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. സഹസ്രഭവനായി ഭവിക്ക ഭവാനിനി സഹിച്ചേടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമമകമ്പുക്ക്. അപ്പോൾ അഹല്യയും വേപത പൂണ്ട് നിൽക്കുന്നത് കണ്ട് അരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ, കഷ്ടമെത്രയും തവ ദുർവൃത്രം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇന്നിതു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധര മഹാവ്രതം കാമകിങ്കരി. ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായു വർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വര. കാനനദേശേ മതീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളിയിടൻ രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്ത് മുനി ഹിമവൽ പാർശ്വം പൊക്കാൻ. അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ച് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താന സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നി തന്നെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശനം വരുത്തിയിടണം. ഇന്ന് തന്നെ നിർമ്മലയായി വന്നീടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹം എന്നു പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസേന്ദ്രൻ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറ് സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യാമരൗഖവന്ദിത പാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നമരുൾ ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിത് ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ ഇഥമാത്മനി ചിന്തിച്ച് ഉത്ഥാനം ചെയ്തു ഭക്തിയാ സത്വരം ആർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൻ. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്ന് ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിന്തകാമ്പിങ്കൽ ഏറ്റം വർദ്ധിച്ചു ഭക്തിയോടും ഉത്ഥാനം ചെയ്ത് മുഹുരഞ്ജലി ബന്ധത്തോടും
വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരു അനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്ത. ഹരേ